ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്റ്റേക്കേഷൻ വീഡിയോ ആണ്. ഞങ്ങളൊരു 1 ഡേ സ്റ്റേക്കേഷന് മറീന ബേയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞങ്ങളുടെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ സ്റ്റേക്കേഷന് ഞങ്ങൾ പോയത്. രണ്ടുപേർക്കും ലീവൊന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു 1 ഡേ സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് ഹാഫ് ഡേ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോയത്. ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അങ്ങനെ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. സ്റ്റീവ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് എടുത്ത് റൂമിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവന് തന്നെ നമ്പർ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് മതി ബാക്കി വഴക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തോട്ട് നോക്കാറില്ല, ജസ്റ്റ് ഫ്ലോർ നമ്പർ പറഞ്ഞു കൊടുക്കും. അവനാണ് പ്രസ് ചെയ്യുന്നതൊക്കെ, ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും എല്ലാം. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലെത്തി. ഞങ്ങൾ 2 ക്വീൻ സൈസ് ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലെ ഒരു വീഡിയോ പെട്ടെന്ന് ഓടി നടന്നെടുത്താട്ടോ ഞാനത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. മറീന ബേയുടെ ഉള്ളിൽ തന്നെയുള്ള റൈസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ ബുഫേ ആയിരുന്നു. പല വെറൈറ്റിയിലുള്ള ഫുഡുകളും ഡ്രിങ്ക്സും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്. ഇന്ത്യൻ, ചൈനീസ്, വെസ്റ്റേൺ അങ്ങനെ എല്ലാം ഉണ്ട്. ഫുഡ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എന്തൊക്കെ ഫുഡുണ്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുമായിരുന്നു. ഫുഡുണ്ട്, അത് കഴിഞ്ഞ് ഡെസേർട്ടുണ്ട്, അങ്ങനെ സ്വീറ്റ്സ്, ഒരു ചൈനീസിൻ്റെ പലതരത്തിലുള്ള സ്വീറ്റ്സുകൾ അതെല്ലാം ഉണ്ടായിരുന്നു. വെജും നോൺ വെജും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻസിന് അത് കഴിക്കാം, അല്ലാത്തവർക്ക് നോൺ വെജ് കഴിക്കാം. അങ്ങനെ എല്ലാം കണ്ട് നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് ഫുഡുണ്ടെങ്കിൽ എല്ലാം കഴിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിയാൽ എല്ലാം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. വളരെ ലിമിറ്റഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് സ്വീറ്റ്സ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സും കഴിച്ചു. ചീസ് കേക്കും ഫ്രൂട്ട്സും മാക്രോൺസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്തു. സ്റ്റീവ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിലൂടെയൊക്കെ ഓടി നടന്ന് ബെഡിൽ കയറി കിടന്നും ചാടി എല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു അവൻ. കുറച്ച് നേരം റൂമിലിരുന്നിട്ട് ഞങ്ങൾ വൈകിട്ട് സ്വിമ്മിങ്ങിന് പോയി. സ്വിമ്മിങ് മറീന ബേയുടെ ഏറ്റവും മുകളിലത്തെ 57-ാമത്തെ നില, 56-ഓ 57-ാമത്തെ നിലയിലാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ മറീന ബേ ഫുള്ള് കാണാം. അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്. എസ്പെഷ്യലി നൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിങ്സും എല്ലാം കൂടെ വന്നിട്ട് നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല. അഖിലും കൊച്ചും അവർക്ക് രണ്ടുപേർക്കും സ്വിമ്മിങ് അറിയാം. അങ്ങനെ അവർ സ്വിം ചെയ്തു. ഞാൻ ഇടയ്ക്കൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി എന്നല്ലാതെ പിന്നെ ഞാൻ ഇറങ്ങിയില്ല. ഞാനവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അവിടെ കുറേ ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ടായിരുന്നു. കൂടുതലും ഫോറിനേഴ്സാണ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ. ഞങ്ങൾ ജസ്റ്റ് ഒരു 1 ഡേ സ്റ്റേക്കേഷൻ എന്ന പോലെ പോയതാണ്.
അവർ രണ്ടുപേരും അതെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ചിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് പുറത്തിരുന്ന് അവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നു. കുറച്ചും കൂടെ നേരമൊക്കെ ഇരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് സൺസെറ്റ് എടുക്കാമായിരുന്നു. പക്ഷെ അത്രയും നേരം ഇരുന്നില്ല. ഓൾറെഡി ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ഒരുപാട് നേരം അവനെ വെള്ളത്തിൽ കിടത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് സൺസെറ്റൊക്കെ ആവുന്നതിന് മുമ്പ് കയറിപ്പോന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. നീന്തലറിയത്തില്ലെങ്കിലും അപ്പനും മോനും കൂടെ എന്നെ അവിടം വരെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചുകൂടെ താമസിച്ചായിരുന്നെങ്കിൽ സൺസെറ്റൊക്കെ എടുക്കാമായിരുന്നു, കാണാമായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു. ഇതാണ് ആ പൂളിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, മറീന ബേ മുഴുവനും കാണാം. രാത്രിയാണ് ഇവിടുത്തെ ശരിക്കും ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. അവരങ്ങനെ അവിടെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പുറകുവശത്തേക്ക് നേരെ പോന്നു. ജസ്റ്റ് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതുപോലെ കുറച്ച് റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അതാ കപ്പലുകളൊക്കെ കടലിൽ. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ഡിന്നറിന് പോവാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡിന്നർ. അത് മറീന ബേയിലുള്ള തന്നെ ഒരു റെസ്റ്റോറൻ്റാണ്, ലാവോ എന്ന് പറഞ്ഞിട്ടുള്ള. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അല്ലെങ്കിൽ അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കയറേണ്ടി വരും. ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്നപ്പം അവിടെ സീറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നു. ഫുഡൊക്കെ കഴിച്ച് ഫ്രൈസ് സ്റ്റീവിൻ്റെ ഫേവറേറ്റ് ആണ്. എവിടെ ഫുഡ് കഴിക്കാൻ കയറിയാലും അവന് ഫ്രൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇതാണ് ആ മറീന ബേയുടെ ആ ഒരു നൈറ്റിൽ ലൈറ്റ്സൊക്കെ വന്നിട്ടുള്ള ഒരിത്. പക്ഷെ അത് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിക്ക് കിട്ടത്തില്ല. ഞങ്ങൾ പിന്നെ അപ്പുറത്തെ വശത്തോട്ട് പോയില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെയൊന്ന് എടുത്തതാണ്. പക്ഷെ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. കുറച്ച് നേരം താഴെക്കൂടെയൊക്കെ നടന്ന് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. ഒത്തിരി ലേറ്റ് ആയായിരുന്നു അന്നേരം തന്നെ. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. പെട്ടെന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ബുഫേ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പം ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സീറ്റൊക്കെ സെറ്റാക്കി ഞങ്ങൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചൈനീസും ഇന്ത്യനും വെസ്റ്റേണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, നാസീലമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒരുപാട് ലഗേജൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്ന് റിസപ്ഷനിൽ ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ബാഗ് ഞങ്ങൾ അവിടെ തന്നെ അവരുടെ അടുത്ത് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വെറുതെ കുറച്ച് നേരം ഒന്ന് പുറത്തൂടെ ഒക്കെ ഒന്ന് കറങ്ങി. ഞങ്ങൾ ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. ആ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി, ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അതതിൻ്റെ പുറത്തൂടെയുള്ള ബാറുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരപ്പനും മോനും കൂടെ സംസാരിച്ച് അങ്ങനെ പോകുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ ചെന്നപ്പം ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ നമുക്ക് ബോട്ടിങ്ങിന് സൗകര്യമുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു കുറച്ചേ ഉള്ളൂ. അപ്പോൾ സ്റ്റീവിന് അതിൽ കയറണം. അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറി. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. സൺഡേ ആയിരുന്നു, പിറ്റേ ദിവസം 2 പേർക്കും ജോലിക്ക് പോകണമായിരുന്നു. ഒരുപാട് അവിടെ നിന്ന് ലേറ്റ് ആയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെറിയൊരു സ്റ്റേക്കേഷൻ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.